ആലിക്കുട്ടി മുസ്ലിയാര് സ്വാഗതം ചെയ്തു. ശരിക്ക് കേൾക്കണേ, വളരെ ഗൗരവത്തിൽ പേരോട് പറയാണ്, മുജാഹിദുകൾ ഐക്യമാകുന്നതിന് സമസ്തക്കെന്തിനാ സന്തോഷം? വലിയ ഇതാണ് ഷാഫി ഇമാം പറഞ്ഞ തർക്കം. ഇയാള് പറയുമ്പോ ഇയാൾക്കറിയാം അത് മാധ്യമം പത്രം എഴുതിയതാണെന്നും അത് ഞാൻ പറഞ്ഞതല്ലെന്നും. പിറ്റേ ദിവസം ഔദ്യോഗികമായി പത്രത്തിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇയാള് കാണാനിട്ടല്ല, ഇയാള് വായിക്കുന്നുണ്ട്. പിന്നെ വായിക്കുമ്പോഴും കട്ടിട്ടാ വായിക്കുന്നത്. ഇയാൾക്കറിയാം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. മാധ്യമമാണെങ്കിൽ പല രൂപത്തിലും അങ്ങനെയുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്നു, ഇയാൾക്കറിയാം. ഒക്കെ അറിഞ്ഞിട്ടും സ്വന്തം അണികളെ ഒന്ന് ഒരു ആവേശമുണ്ടാക്കാൻ വേണ്ടി ഇല്ലാത്ത തർക്കം വലിച്ചിടുന്ന ഈ തർക്കത്തെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെയാണ് സിംഹമാവേണ്ടത്, പക്ഷേ സിംഹമായില്ല. ആവശ്യമില്ലാത്ത തർക്കം. മാധ്യമത്തിന്റെ വാർത്ത പിറ്റേന്ന് തിരുത്തി അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ മാധ്യമം വായിക്കാൻ പാടുണ്ടോ? അത് നീതിയാണോ? അത് ശരിയാണോ? അതാണോ നല്ല മനസ്സുള്ളവർ ചെയ്യേണ്ടത്? ഇയാൾ മാധ്യമം കണ്ടു, പിറ്റേ ദിവസത്തെ സുപ്രഭാതവും കണ്ടു. എങ്കിൽ പിന്നെ അതുങ്ങളൊന്ന് ചിന്തിച്ചോക്ക്. ഇപ്പൊ ഞാനൊരു പ്രസ്താവന നടത്തിയതായി ഒരു പത്രത്തിൽ വന്നു. പിറ്റേ ദിവസം, പ്രത്യേകിച്ച് മാധ്യമം പോലെയുള്ള ഒരു പത്രം, പിറ്റേ ദിവസം നമ്മളതിനെ കുറിച്ച് വാർത്ത കൊടുത്തു. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, നമ്മൾ സ്വാഗതം ചെയ്തിട്ടില്ല, കഴിഞ്ഞില്ലേ? പിന്നെ അത് തർക്കമാക്കാൻ പാടുണ്ടോ? അതാണ് ഷാഫി ഇമാം പറഞ്ഞത്. ഇത് ഷാഫി ഇമാമിന്റെ വേറൊരു കറാമത്താണ്. യഥാർത്ഥ ഹക്കായ വിഷയം പറയുന്നവർക്കെതിരെ ഷാഫി ഇമാമിന്റെ ആ ബൈത്ത് കൊണ്ടുവന്നപ്പോ ഷാഫി ഇമാം ആരെ കുറിച്ചാ പറഞ്ഞത് എന്ന് ലോകത്തിന് ഇയാളിലൂടെ കാണിച്ചു കൊടുത്തു. ഇമാമുന ഷാഫിഈ അവിടുന്ന് എത്ര വലിയ മഹാനാണ്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. പലരോടും മുട്ടിയിട്ടുണ്ടാകാം, പക്ഷേ ഹക്കിനെതിരിൽ പറഞ്ഞാൽ ഇങ്ങനെയാവും കേട്ടോ. കേട്ടോളൂ, മാധ്യമം വായിക്കുന്നത് ഉളുപ്പില്ലാതെ. ഇതില് മാധ്യമത്തിൽ പറയുന്നു, 2014 ഫറൂഖിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിന് ശേഷം KNM ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് നടപടിക്ക് വിധേയരായ നല്ലൊരു വിഭാഗം വിഘടിച്ചു നിൽക്കുകയാണ്. ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പേരിൽ പ്രബോധന സേവന സംഘടനയുണ്ടാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവരുടെ കാര്യത്തിൽ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അപ്പോ ഇത് യോജിച്ചാലും യോജിപ്പ് തീരൂല, അതെടുക്കട്ടെ. മുജാഹിദ് വിഭാഗങ്ങൾ തമ്മിൽ ഐക്യത്തിന് കളമൊരുങ്ങുന്നത് ഏറെ സന്തോഷകരവും സ്വാഗതാർഹവുമാണെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ മാധ്യമത്തോട് പറഞ്ഞു. ഐക്യത്തിന് ശ്രമം ആരംഭിച്ചിട്ട് ഏറെ വർഷങ്ങളായെങ്കിലും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുജാഹിദ് ഐക്യം കേരളീയ മുസ്ലിം സമൂഹത്തിന് നല്ല സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും മാധ്യമത്തിൽ വായിക്കുകയാണ് ആലിക്കുട്ടി മുസ്ലിയാരുടെ അനുയായികൾ. ഞങ്ങളല്ല, ഞങ്ങൾക്ക് വായിക്കേണ്ടതില്ല, അനുയായികൾ. പ്രസ്താവന മാധ്യമത്തിൽ നിന്ന് വായിക്കണം. ഇയാൾക്കറിയാം അതിന്റെ സത്യാവസ്ഥ എന്താണ്. നമ്മൾ ആരെ കുറിച്ച് പറയുമ്പോഴും അതിലൊരു നീതി വേണം. നീതി ഇപ്പൊ ഞാൻ പറയാ, പേരോടിപ്പോ നെയ്യലി അടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിറ്റത്തെ പ്രസംഗത്തിൽ പേരോടെന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഞാൻ തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ പിന്നെയും ഞാൻ വന്നിട്ട് പേരോടിന് ആ വാദമുണ്ടെന്ന് പറയുന്നത് നീതിയല്ല. നീതി വേണം. മനുഷ്യനാണെങ്കിൽ നീതിയോടെ ഇടപെടണം. ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞു എന്ന് ഇയാൾ വായിച്ച പ്രസ്താവന ഇയാൾക്കറിയാം. പിറ്റേ ദിവസം സുപ്രഭാതം പത്രമിറങ്ങിയപ്പോ ആ മാധ്യമത്തിന്റെ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അതിനെ സ്വാഗതം ചെയ്തിട്ടില്ലെന്നും അത് കള്ളത്തരം പറഞ്ഞതാണെന്നും വ്യക്തമായി എഴുതിയത് ഇയാൾക്കറിയാം. അയാളത് വായിക്കുന്നു. അയാൾ അതല്ല വായിക്കുന്നത്, അതിനപ്പുറത്തുള്ളതാ വായിക്കുന്നത്. ആ പ്രസ്താവനയിൽ അയാൾ വായിക്കുമ്പോഴും കെട്ടു. ഇതൊക്കെ അണികളെ പറ്റിക്കാനാണ്. ഇതാണ് ഷാഫി ഇമാം പറഞ്ഞത്. ഹക്കില്ലാത്ത, നീതിയില്ലാത്ത വെറും തർക്കങ്ങൾ അങ്ങനെ ഇടുന്ന എന്താകരുത് എന്ന് ഞാൻ പറയുന്നില്ല, അതാകരുത്. അതാണ് ഷാഫി ഇമാം പറഞ്ഞതിന്റെ മൈന. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ആൾ സുപ്രഭാതം കണ്ടു എന്ന് നിങ്ങൾ കണ്ടോ? ആള് വായിക്കുന്നത് ഇത് കണ്ട ആളെങ്ങനെ അത് പറയാൻ പാടുണ്ടോ? പിന്നെ കേൾപ്പിച്ചു. സമസ്ത സ്വാഗതം ചെയ്തിട്ടില്ല നേതാക്കൾ. എനിക്ക് കൺഫ്യൂഷനായൊരു വിഷയം ഞാൻ പറയാണ്, അതുകൊണ്ട് ആർക്കും വിഷമം തോന്നണ്ട. മുജാഹിദ് ഐക്യം സമസ്ത സ്വാഗതം ചെയ്തിട്ടില്ല നേതാക്കൾ. ഇനി ഇതിന്റെ പേരിൽ നേരത്തെ പരാമർശിക്കപ്പെട്ട രണ്ടാളുകൾ ഈ പ്രസ്താവനയിൽ പേര് വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. കോഴിക്കോട് മുജാഹിദ് വിഭാഗങ്ങളുടെ ഐക്യശ്രമത്തെ സമസ്ത സ്വാഗതം ചെയ്തതായി ഒരു പത്രത്തിൽ വന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് സമസ്ത നേതാക്കളായ
കുമരമ്പത്തൂർ AP മുഹമ്മദ് മുസ്ലിയാർ, PKP അബ്ദുസലാം മുസ്ലിയാർ, MT അബ്ദുൽ മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തുക്കോയ തങ്ങൾ, കോട്ടുമല TM ബാപ്പു മുസ്ലിയാർ, CKM സ്വാദിഖ് മുസ്ലിയാർ, കോഴിയോട് PP ഉമർ മുസ്ലിയാർ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഇസ്ലാമിന്റെ ആവിർഭാവകാലം മുതൽ ഐക്യത്തിനും സഹോദര്യത്തിനും കഴിഞ്ഞു വന്നവരായിരുന്നു കേരള മുസ്ലിങ്ങൾ. അവരുടെ പ്രസ്താവന തീർന്നത് കേട്ടോളി. തീവ്രതയും ഭീകരതയും ഇല്ലാതെ മതസൗഹാർദ്ദം. ഈ വായിച്ച പേരിൽ ആരില്ല? ആലിക്കുട്ടി മുസ്ലിയാർ എന്നില്ല. സുപ്രഭാതം പത്രത്തിൽ വന്ന വാർത്തകൾ എടുത്തു നോക്ക്. അതില് ആ വാർത്തയുടെ വലിയൊരു ഭാഗം ഒരു പ്രത്യേകം കോളത്തിലായി കൊടുത്തിട്ടുണ്ട്. മാധ്യമം പറഞ്ഞത് തെറ്റ്, ആലിക്കുട്ടി മുസ്ലിയാർ. ഇത് വെണ്ടക്ക അക്ഷരത്തിൽ അപ്പുറത്തുണ്ട്. അത് ഇയാളെ കണ്ണുകൊണ്ട് കണ്ടില്ല. മാധ്യമത്തോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും അതെന്റെ പേരിലുള്ള പച്ചക്കള്ളമാണെന്നും അവര് പ്രസ്താവന ഇറക്കിയാൽ പിന്നെ അത് വിവാദമാക്കുന്ന ഇയാളെ കുറിച്ചാണ് ഷാഫി മാമ പറഞ്ഞത് കേട്ടോ. അല്ല